പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈൽ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യം തന്നെ അവർ നോക്കുന്നത് യൂട്യൂബിലെ ഷോർട്സ് വീഡിയോകളാണ്. അപ്പോൾ ഈ മൊബൈലിലെ ഈ ഒരൊറ്റ സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഷോർട്സ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വരുത്താനും അതുകൊണ്ട് തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനും പറ്റുന്ന ഒരു സെറ്റിങ്സാണ്. മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൊബൈലിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ ഇവിടെ ഷോർട്ട് വീഡിയോ ഒന്നും തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഷോർട്ട് വീഡിയോ ഇവിടെ കാണുന്നില്ല അല്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ലോങ് വീഡിയോ എല്ലാം കാണുന്നുണ്ട്, ഷോർട്ട് വീഡിയോ കാണുന്നില്ല. പക്ഷേ ഇത് ഞാനൊന്ന് വിരൽ വെച്ച് ഒന്ന് താഴോട്ടൊന്ന് വലിച്ചു വിട്ടിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് റീഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ട് വീഡിയോ വരുന്നോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ സാധാരണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ വരും അല്ലേ? അപ്പോൾ അങ്ങനെ ഷോർട്ട് വീഡിയോ ഒന്നും ഇവിടെ വരുന്നില്ല. ഇതിവിടെ നിങ്ങൾ വിചാരിക്കും ഷോർട്ട് വീഡിയോ അല്ല, ഇത് ലൈവാണ്. നമ്മൾ ഷോർട്ട് വീഡിയോ ആണ്. ഇത് ഷോർട്ട് വീഡിയോ ഞാൻ ഇതിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അത് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് ഷോർട്ട് വീഡിയോ വരാതെ ലൈവും ലോങ് വീഡിയോയും മാത്രമാണ് ഇവിടെ വരുന്നത് അല്ലേ? അപ്പം ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇത് ഷോർട്ട് വീഡിയോ വരാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിക്കാം. അതായത് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ താഴെയായിട്ട് ചാനലിൻ്റെ ലോഗോയിൽ ഒന്ന് ടച്ച് ചെയ്തു. ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഐക്കോൺ വന്നു ഉടനെ കണ്ടു അല്ലേ? സെറ്റിങ്സിൻ്റെ ഐക്കോൺ കണ്ടു കഴിഞ്ഞുടനെ അതിലോട്ട് ഞാൻ ടച്ച് ചെയ്തു. ഇങ്ങനെ സെറ്റിങ്സിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത ഉടൻ തന്നെ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻ്റ് എന്നൊന്ന് കാണാൻ സാധിക്കും. ടൈം മാനേജ്മെൻ്റ് എന്ന് കാണുന്നിടത്തോട്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് ഡെയിലി ലിമിറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ടുള്ളത്, ഇത് നമുക്ക് ഷോർട്ട് സ്പീഡ് ലിമിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അതപ്പോൾ എനേബിൾ ചെയ്ത് വെച്ചത് കാരണമാണ് നമുക്ക് ഷോർട്സ് വീഡിയോ ഒന്നും കാണാതിരുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ലോങ് വീഡിയോ മാത്രം കണ്ടത്, ഷോർട്സ് വീഡിയോ കാണാതിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ഷോർട്ട് സ്പീഡ് ലിമിറ്റ് എന്നുള്ളത് ഇതെൻ്റെ ഇവിടെയായിട്ട് കാണുന്നില്ലേ? ഇവിടെയായിട്ട് കാണുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ ഇവിടോട്ട് ഒന്ന് ടച്ച് ചെയ്യുക. അതായത് എനേബിൾ ചെയ്ത് വെച്ചേക്കുന്ന അവിടോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഓഫായി പോകും അല്ലേ? അത് അങ്ങ് പോകും. അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതായത് ഇത് ഇവിടോട്ടൊന്ന് ഞാൻ ടച്ച് ചെയ്യുകയാണ്. ഇവിടെയോട്ടൊന്ന് ടച്ച് ചെയ്തോണ്ട് ഇതെൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഞാനിവിടെയായിട്ട് 0 മിനിറ്റ് എന്നുള്ളിടത്ത് ഞാൻ ടച്ച് ചെയ്ത്, അതായത് ഞാനിവിടെ 0 മിനിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പം 15 മിനിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ ആ 15 മിനിറ്റ് നേരം നമുക്ക് ഷോർട്സ് വീഡിയോ വരും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫായി പോകും. ഓക്കെ, അപ്പോൾ അതേ രീതിയിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 15 മിനിറ്റ് എന്നുണ്ട്, അത് 0 മിനിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ 15 മിനിറ്റ്, അത് കഴിഞ്ഞ് 30 മിനിറ്റ്, 45 മിനിറ്റ്, 1 അവർ, 2 അവർ, ഇങ്ങനെ ഇത്രയും ഓപ്ഷനുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ ഏത് വേണേലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം നമ്മുടെ കുട്ടികൾ മൊബൈൽ എടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരു അരമണിക്കൂർ ഷോർട്സ് വീഡിയോ കാണട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 30 എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെ സെലക്ട് ചെയ്താൽ ഉടൻ തന്നെ ഇതേമാതിരി 30 മിനിറ്റ് എന്നുള്ളത് അതങ്ങ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനി വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ അതപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ആയിട്ട് വീണ്ടും നമുക്ക് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് ഷോർട്സ് വീഡിയോ വരണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയാണ് നമ്മൾ ഇതേമാതിരി ഇങ്ങനെ 0 മിനിറ്റ് എന്നുള്ളത് അത് സെലക്ട് ചെയ്താൽ മതി. ഇപ്പം 0 മിനിറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 0 മിനിറ്റ് സെലക്ട് ചെയ്ത സമയത്താണ് നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ ഒന്നും കാണാതിരുന്നത്. അഥവാ നമ്മൾ ഈ 30 മിനിറ്റോ അല്ലെങ്കിൽ ഇപ്പം 1 അവറൊക്കെ, ഇപ്പോൾ ഒരു 1 അവർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ ഞാൻ 1 അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സെലക്ട് ചെയ്ത് 1 അവർ സെലക്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഈ 1 അവർ സെലക്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 1 മണിക്കൂർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതപ്പം ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഷോർട്സ് വീഡിയോ കാണാനായിട്ട് സാധിക്കും. അതപ്പോൾ ഈ 1 മണിക്കൂർ വരെ നമുക്ക് ഈ ഷോർട്സ് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടികളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ 1 മണിക്കൂർ വരെ ഷോർട്സ് വീഡിയോ കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് ഓഫായി കഴിയുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഷോർട്സ് വീഡിയോ പിന്നെ അത് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ വരെ നമുക്കിത് ഷോർട്സ് വീഡിയോ വരും അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാവും. പക്ഷേ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് വീഡിയോ നമുക്ക് ഫുൾ ടൈമും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, അതിനുവേണ്ടി ഇതേമാതിരി തന്നെ നേരെ നമുക്ക് ആ ചാനലിൻ്റെ
ലോഗോയിൽ ടച്ച് ചെയ്യുക. ലോഗോയിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ആ പോയ അതേ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതേമാതിരി ആ സെറ്റിങ്സിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. ടൈം മാനേജ്മെൻറ്റിൽ ടച്ച് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴത്തെ ഈ ഓപ്ഷനിൽ തന്നെ വന്നു, ഡെയിലി ലിമിറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ തന്നെ വന്നു. ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഈ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെയായിട്ട് ടച്ച് ചെയ്ത് അതങ്ങ് ഡിസേബിൾ ചെയ്താൽ മതി. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലിമിറ്റും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ടൈം നമ്മുടെ മൊബൈലിൽ ഷോർട്സ് വീഡിയോ വരും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വീട്ടുകളിൽ കുട്ടികളൊക്കെ കൂടുതൽ ഇതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപയോഗിച്ചിങ്ങനെ ടൈം പാസ് ഇതേ രീതിയിൽ ടൈം പാസ് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.